വർഷം 1959. റഷ്യയിലെ മഞ്ഞുമൂടിയ ഒരു പർവ്വതനിര. 9 യുവ ഹിക്കർമാർ ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടു. അവർ പരിചയസമ്പന്നരായിരുന്നു, ശരിയായ ഉപകരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരിൽ ഒരാളും ജീവനോടെ തിരികെ വന്നില്ല. കുറച്ചാഴ്ചകൾക്ക് ശേഷം അവരുടെ ടെൻറ്റ് കണ്ടെത്തി. എന്നാൽ അവരുടെ ടെൻറ്റ് പുറത്തുനിന്നല്ല, അകത്തുനിന്നായിരുന്നു മുറിച്ചിരുന്നത്. എന്തിനാണ് അവർ മഞ്ഞിൽ നിറഞ്ഞ രാത്രിയിൽ ടെൻറ്റ് കയറി പുറത്തേക്ക് ഓടിയത്? ഇന്നും ആ ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരമില്ല. ഇതാണ് ഡിയാറ്റ്ലോവ് പാസ് ഇൻസിഡൻറ്റ്. 1959 ജനുവരി, സോവിയറ്റ് യൂണിയനിലെ യുറാൽ മൗണ്ടൻസ്. 23 വയസ്സുള്ള ഐഗർ ഡിയാറ്റ്ലോവ് നയിച്ച 9 പേരടങ്ങുന്ന സംഘം ഒരു ദുഷ്കരമായ ട്രക്കിംഗ് യാത്ര ആരംഭിച്ചു. അവരിൽ പലരും വിദ്യാർത്ഥികളും പരിചയസമ്പന്നരായ മൗണ്ടനിയേഴ്സുമായിരുന്നു. ലക്ഷ്യം ഒറ്റോർട്ടൻ മൗണ്ടനിലേക്കുള്ള യാത്ര വിജയകരമായി പൂർത്തിയാക്കുക. യാത്രയുടെ തുടക്കത്തിൽ എല്ലാം സാധാരണമായിരുന്നു. പക്ഷേ അധികം വൈകാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്ന് ആരംഭിച്ചു. യാത്ര കഴിഞ്ഞ് അവർ നിശ്ചയിച്ച സമയത്ത് തിരിച്ചെത്തിയില്ല. ആദ്യം കാലാവസ്ഥ കാരണം വൈകിയതാകാമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വിവരവുമില്ല. അതുകൊണ്ട് സെർച്ച് ടീം രൂപീകരിച്ചു. മഞ്ഞു നിറഞ്ഞ മലകളിലൂടെ ദിവസങ്ങളോളം തിരച്ചിൽ നടന്നു. അവസാനം ഒരു ടെൻറ്റ് കണ്ടെത്തി. ടെൻറ്റ് കണ്ടപ്പോൾ തിരച്ചിൽ സംഘത്തെ ഞെട്ടിച്ചൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ടെൻറ്റ് അകത്തുനിന്ന് കത്തി ഉപയോഗിച്ച് മുറിച്ചിരിക്കുന്നു. അതായത് അകത്തുണ്ടായിരുന്നവർ അത്യാവശ്യമായി പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് സൂചന. പക്ഷേ പുറത്തെ താപനില ഏകദേശം -25 മുതൽ -30 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരുന്നു. അത്തരം തണുപ്പിൽ ആരും സ്വമേധയാ ടെൻറ്റ് വിട്ട് പുറത്തിറങ്ങില്ല. ടെൻറ്റിൽ നിന്ന് അകലെ മഞ്ഞിൽ കാലടിപ്പാടുകൾ കണ്ടെത്തി. അത്ഭുതകരമായി ആ പാടുകൾ പലതും ഓടിയതല്ല, നടന്നു പോയതിൻ്റെ ആയിരുന്നു. ചിലർ സോക്സ് മാത്രം ധരിച്ചിരുന്നു, ചിലർ ബെയർഫൂട്ടായിരുന്നു. അവർ എന്തിനാണ് അങ്ങനെ പുറത്തിറങ്ങിയത്? ആദ്യം 2 പേരെ വലിയൊരു പൈൻ മരത്തിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്തി. അവർ തീ കത്തിക്കാൻ ശ്രമിച്ചതായി തെളിവുകളുണ്ടായിരുന്നു. കുറച്ചു ദൂരെ ഐഗർ ഡിയാറ്റ്ലോവ് ഉൾപ്പെടെ കുറച്ചുപേരെ കണ്ടെത്തി. ടെൻറ്റിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ച നിലയിലായിരുന്നു. മാസങ്ങൾക്ക് ശേഷം മഞ്ഞുരുകിയപ്പോൾ ചിലരെ കണ്ടെത്തി. അവരുടെ പരിക്ക് സാധാരണമായിരുന്നില്ല. എന്നാൽ പുറത്ത് വലിയ മുറിവുകളോ ആക്രമണത്തിൻ്റെ വ്യക്തമായ തെളിവുകളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ തിയറി ശക്തമായ മഞ്ഞടിച്ചിൽ. രണ്ടാമത്തെ തിയറി അസാധാരണമായ ശക്തമായ കാറ്റ് അല്ലെങ്കിൽ അപൂർവമായ പ്രകൃതി പ്രതിഭാസങ്ങൾ. മൂന്നാമത്തെ തിയറി സൈനിക പരീക്ഷണങ്ങൾ നടന്നിരുന്നോ എന്ന സംശയം. ഇതിന് വ്യക്തമായ തെളിവുകളില്ല. നാലാമത്തെ തിയറി പാരാനോർമൽ സംഭവങ്ങൾ. ഇതും ജനപ്രിയമായൊരു തിയറിയാണ്, പക്ഷേ ഇതിനും ശാസ്ത്രീയമായ തെളിവുകളില്ല. വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ ഈ കേസിനെ വീണ്ടും പഠിച്ചു. പുതിയ കമ്പ്യൂട്ടർ മോഡൽസ്, ടെറൈൻ അനലൈസിസ്, സ്നോ സ്നിപ്പുലേഷൻ എന്നിവ ഉപയോഗിച്ച് നടത്തി പഠനങ്ങൾ. ചെറിയതാണെങ്കിലും അപകടകരമായ ഒരു മഞ്ഞിടിച്ചിൽ സംഭവിക്കാമെന്ന് സൂചിപ്പിച്ചു. അതുമൂലം അവർ അടിയന്തരമായി ടെൻറ്റ് വിട്ടതായിരിക്കാം എന്നും വിചാരിക്കുന്നു. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഇതുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇന്നും ദുരൂഹത നിറഞ്ഞതായി തന്നെ തുടരും. അപ്പോൾ ആ രാത്രിയിൽ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാകാത്ത മറ്റെന്തെങ്കിലും സംഭവമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഞാൻ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും.